ദീപ ശരിക്കും ബേസ് ക്യാമ്പിൽ വരെ ചെന്നു അല്ലേ? അപ്പൊ താങ്കൾ പ്രൊഫഷണൽ ഒരു അധ്യാപികയാണ്. എന്ത് പഠിപ്പിക്കുന്ന ടീച്ചറാ? +2 അധ്യാപിക. ഒരു അധ്യാപികയായിരിക്കുന്ന ആള് കൊടുമുടി കയറാൻ കാര്യം? ഞാനൊരു 10 വർഷം മുമ്പ് ഇങ്ങനെ ജീവിതത്തിൽ കുറെ ക്രൈസിസ് ഒക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു കൊച്ചിയിൽ തന്നെയുള്ള ഒരു ടീമിന്റെ കൂടെ ഒരു ഹിമാലയൻ ട്രക്കിങ്ങിന് വെറുതെ പേര് കൊടുത്തതാണ്. അന്ന് ഈ പറയുന്നത് പോലെ തുടക്കക്കാരിയാണ്, ഒന്നും അറിയാതെയാണ് ഹിമാലയത്തിലേക്കെന്നും പറഞ്ഞിട്ട് പുറപ്പെടുന്നത്. ഹിമാലയം കയറുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് അവര് കുറെ നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു, കുറെ ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ തന്നു. നമ്മളിതെല്ലാം വാങ്ങി നമ്മൾ അങ്ങോട്ട് പോയി. അതൊരു വലിയ ടീമായിരുന്നു, 36ഓളം പേരുണ്ടായിരുന്നു, മലയാളികൾ മാത്രം. അവിടെ ചെന്ന് അതില് ഏകദേശം 24 പേരൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് ഡേ വരെ, സമ്മിറ്റ് വരെ, നമ്മൾ വിചാരിച്ച സ്ഥലം വരെ എത്തി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തിരിച്ചെത്താൻ പറ്റി. പക്ഷെ ഇതിന്റെ ഈ പറയുന്ന പോലെ അപകടങ്ങളെല്ലാം ഉണ്ട്. അപകടങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാതെയാണ് ആദ്യത്തെ ട്രക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബേസ് ക്യാമ്പ് വരെ എളുപ്പമാണോ? ബേസ് ക്യാമ്പ് വരെ എത്താന്ന് പറയുന്നത് അതിനു മുമ്പേ ചെറിയ മലകളിൽ കയറിയിട്ടുണ്ടോ? സംശയം. രമേശ് കൊച്ചു മലയിലൊക്കെ കയറാറുണ്ട്. കൊച്ചു മലകളിലൊക്കെ കയറാറുണ്ട്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും ചെറിയ മലയിൽ യാത്ര കയറിയിട്ടുണ്ടോ? ഹിമാലയം കയറാൻ തീരുമാനിച്ചു പോയല്ലോ? ഇല്ല. എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് ട്രക്ക് ഹിമാലയൻ ട്രക്ക് ആയിരുന്നു. കയ്യടി കൊടുക്കും. ഭയങ്കരം കാര്യം ഹിമാലയത്തിലേക്കല്ലേ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടി, ഞങ്ങള് കുട്ടികളും കൂടി കാർ ഡ്രൈവ് ചെയ്ത് കേരളത്തിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പും. പക്ഷെ ട്രക്കിംഗ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഹിമാലയ. ആദ്യ യാത്രയിൽ ഏറ്റവും വലിയ അപകടം എന്തായിരുന്നു? ബേസ് ക്യാമ്പിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. ബേസ് ക്യാമ്പിൽ നിന്ന് പിന്നെ ഒരു അടി പോലും മുന്നോട്ട് വെക്കണമെങ്കിൽ ഷെയ്ഖ് ഹസൻ പറഞ്ഞതുപോലെ അതിനുള്ള തയ്യാറെടുപ്പുകളും മൗണ്ടനിയറിംഗ് കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ചർച്ച ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. എല്ലാ മലയാളികളും ഹിമാലയത്തിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സെല്ലിനകത്തെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരേ കാര്യം തന്നെ ചെയ്ത് അതിന്റെ ഇലാസ്റ്റിസിറ്റി ഇല്ലാതാവുന്നതാണ് നമ്മൾ പ്രായമാവുന്നതും നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നതും നമ്മൾ പെട്ടെന്ന് മരിക്കുന്നു. ഇതിന് ഇലാസ്റ്റിസിറ്റി എല്ലാവർക്കും ഉണ്ട്. ആ തണുപ്പ് നമ്മള് ശരീരത്തിൽ നല്ലതുപോലെ തണുപ്പടിക്കുമ്പോ ഇതിന്റെ ഇലാസ്റ്റിസിറ്റി വീണ്ടും അത് പഴയതുപോലെയാവും. നല്ലപോലെ ചൂടടിക്കുമ്പോ ആവും. എല്ലാ തരത്തിലുള്ള കാലാവസ്ഥ നമ്മൾ അനുഭവിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലുള്ള അല്ലെ സൗത്ത് ഇന്ത്യയിലുള്ള തണുപ്പത്ത് പോകണം. തണുപ്പ് മീൻസ് ഊട്ടിയിലെയും കൊടൈക്കനാലിലെയും തണുപ്പല്ല, മഞ്ഞത്ത് പോയി അവിടെ ഒരാഴ്ച താമസിക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇത് ഡിഫറെന്റ് ടോക്കാണ് ഞാൻ പറഞ്ഞത്, അഡ്വഞ്ചർ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ആൾക്കാർ കൂടുതൽ ചെറുപ്പമാവും. ഇതൊരു റിസർച്ച് ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.